കൂത്തുപറമ്പ് നരവൂർ റോഡിൽ പ്രവർത്തിക്കുന്ന കണ്ണൂർ വെറ്റിനറി ക്ലിനിക്, ഹാജിക്കോ എന്നീ സ്ഥാപനങ്ങൾ ജൂൺ 29 ഞായറാഴ്ച സൗജന്യമായി പേവിഷ കുത്തിവയ്പ് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നായകളുടെ റാബീസ് എന്ന രോഗം അതിന് ചികിത്സയില്ലാത്ത രോഗമാണ്. അതുകൊണ്ടാണ് അതിന്റെ ഏറ്റവും വലിയ ഭവിഷ്യത്ത് അതാണ്. അതിന്റെ ഒരു ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ഈ രോഗത്തിന് ചികിത്സയില്ല എന്നുള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ 97% ഈ രോഗം പകരുന്ന നായകളിലൂടെയാണ്. അതുപോലെ തന്നെ 2% ഇപ്പൊ നമ്മൾ നെഗ്ലക്ട് ചെയ്ത് വിടുന്ന ഒരു വിഭാഗമാണ് പൂച്ച. 2% കണക്ക് ശാസ്ത്ര പ്രകാരം പറയുന്നത് 2% പൂച്ചകളിലൂടെയാണ് പകരുന്നത്. 1% മാത്രമാണ് കീരി, കുറുക്കൻ മുതലായ ജീവികളും മറ്റ് ജീവികളിലൂടെയൊക്കെ പകരുന്നത്. ആ 1% മാത്രം. അപ്പോൾ ഈ പറഞ്ഞ 99% നിയന്ത്രിക്കാൻ നമുക്ക് വാക്സിനേഷൻ കൊണ്ട് കുറെ സാധിക്കും. എക്സെപ്റ്റ് നമ്മുടെ പുറത്തുള്ള തെരുവ് നായ്ക്കളോ അങ്ങനെയുള്ള നായ്ക്കളൊക്കെ ഒഴിവായിട്ട് ഈ വളർത്തു നായകളെ തന്നെ മുഴുവൻ ഭാഗവും വാക്സിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ നരവൂർ റോഡിലെ പഴശ്ശി ക്വാർട്ടേഴ്സ് പരിസരത്ത് വെച്ചാണ് വളർത്തു നായകൾക്കും പൂച്ചകൾക്കും തികച്ചും സൗജന്യമായി പേവിഷ പ്രതിരോധ കുത്തിവയ്പ് സംഘടിപ്പിക്കുക. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റും നൽകും. ഡോക്ടർ പ്രദേശ് കുമാർ, ഡോക്ടർ NP രമേശൻ എന്നിവർ പേവിഷ ബാധ സത്യവും മിഥ്യവും എന്ന വിഷയത്തിൽ ക്ലാസിന് നേതൃത്വം നൽകും. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ പ്രദേശ് കുമാർ, ഡോക്ടർ NP രമേശൻ, ബബിത എന്നിവർ പങ്കെടുത്തു. ബോധവൽക്കരണ ക്ലാസിന്റെ പ്രാധാന്യം എത്രത്തോളം ആണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. എന്നാൽ ഈ രംഗത്ത് പ്രവർത്തിച്ചു വരുമ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാർ നേരത്തെ പറഞ്ഞതുപോലെ പൂച്ചകൾക്ക് വാക്സിനേഷൻ നൽകാത്ത ഒരു സ്ഥിതിവിശേഷം നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ മറ്റൊരു പ്രത്യേകത, മറ്റൊരു എന്താ പറയാ നെഗറ്റീവ് എന്ന് പറയാനുള്ളത്, നമ്മളൊരു ഡോഗിനെ ആണെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ വാങ്ങിക്കുന്ന പ്രാരംഭഘട്ടത്തിൽ കുറച്ച് വർഷങ്ങൾ അതിന് പ്രോപ്പറായിട്ട് വാക്സിനേഷൻ നൽകുക, ഈ പേവിഷബാധയുടെ വാക്സിനേഷൻ നൽകുക. എന്നാൽ കുറച്ചും കൂടെ പ്രായം അങ്ങോട്ട് തോന്നുമ്പോൾ നമ്മളെ ശ്രദ്ധ കുറയുകയും കുറച്ച് ഏജിലാകുന്ന ഇതിനനുസരിച്ചിട്ട് ഡോഗുകൾക്ക് വാക്സിനേഷൻ നൽകാത്തൊരു സ്ഥിതിവിശേഷവും കണ്ടുവരും. സമഗ്ര ന്യൂസ്, കൂത്തുപറമ്പ്.